ഹായ് എവ്രി വൺ. സോ ദിസ് ഈസ് എ വ്ളോഗ് വീഡിയോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വാഗമണിലൊരു ഡ്രൈവ് ആൻഡ് സ്റ്റേ പോയിട്ടുണ്ടായിരുന്നു. 3 nights ഞങ്ങൾ 2 സ്ഥലത്ത് സ്റ്റേ ചെയ്തു. അതിലൊരു റിസോർട്ടും ഒരു ഹോം സ്റ്റേയും. അതിലെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും ആ സ്റ്റേയും ഒക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തു. ഒരു 12:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ബാക്കി ഇൻ ബിറ്റ്വീൻ ഫുഡ് ബ്രേക്സ് ഒക്കെ കഴിഞ്ഞ് അതിൽ കോലാഹലമേട് എന്നുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വാഗമൺ മെഡോസും ആ ലേക്കും അതിനൊക്കെ വളരെ അടുത്തായിട്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ റിസോർട്ടിലേക്കുള്ള റോഡ് ഇങ്ങനെ വീതി കുറഞ്ഞു വരും. അതങ്ങനെയാണ് പൊതുവേ, കാരണം എവിടെയെങ്കിലും ഒരു ഐസൊലേറ്റഡ് സ്പോട്ടിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നല്ല ടാറൊക്കെ ഇട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഭൂമിയുടെ മറ്റേതോ കോണിലെത്തി ഇൻ എ ബ്യൂട്ടിഫുൾ വേ തോന്നിയ ഒരു പോയിന്റിലാണ് ഞങ്ങൾ വാസ്തയിലെത്തുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. ആൻഡ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഫോട്ടോയെ കണ്ട പോലെയൊന്നും അല്ല, അതിലുമൊക്കെ 1000 ഇരട്ടി ഭംഗിയാണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ കേട്ടോ. ഞങ്ങൾ തന്നെ പൈസ മുടക്കി പോയി താമസിച്ചതാണ്. ഇവിടെ ഒരു ജക്കൂസി സ്വീറ്റ് അതെടുക്കാനാണ്. സ്യൂട്ട് എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിക്കുന്നെങ്കിൽ സ്വീറ്റ് എന്നാണല്ലോ പ്രൊനൗൺസിയേഷൻ. ഞാനങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. ആ സ്വീറ്റ് ബുക്ക് ചെയ്താണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ മദർ ബോർഡ് അടിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ജക്കൂസി കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നോർമൽ സ്വീറ്റിലോട്ട് മാറി. സത്യം പറഞ്ഞാൽ പൈസ സേവ് ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ജക്കൂസി വേറെ ഏതോ നാട്ടിൽ പോയി കിടക്കാനാണ് വിധിയെന്ന് വിചാരിച്ച് ഞാനങ്ങ് സഹിച്ചു. അപ്പോൾ ഇതാണ് ഹോട്ടലിലെ വ്യൂ. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരു കാറ്റും. നമ്മളിങ്ങനെ ഒരു താഴ്വാരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഒറ്റപ്പെടൽ അങ്ങനത്തെ ഫീലിംഗ് അല്ല. പക്ഷേ ഇന്ന വെരി മാജിക്കൽ വേ. ഇടയ്ക്കിടയ്ക്ക് കോട കാണാൻ പറ്റുമായിരുന്നു. മഴയുടെ ഒരു തണുപ്പും ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ഇവിടെ വെച്ചെടുത്ത ചില ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ പഴയ ഏതോ ഈ 90s സ്റ്റുഡിയോയിലൊക്കെ വെച്ചെടുത്ത പോലത്തെ അങ്ങനത്തെ നല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട്. ഇതിലൊന്നും ഞാൻ വേറെ ഫിൽറ്റർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആ റോ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാറ്റാണെങ്കിലും ആ ഫീലിംഗ് ആണെങ്കിലും. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ത്രോട്ട് ഇറിറ്റേഷൻ വരും തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ. അവിടെ പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് വായുവിൻ്റെ ഒരു കുറച്ചുകൂടി ശുദ്ധമായ വായു ആയിരിക്കാം. പിന്നെ അവിടെ ഇൻഫിനിറ്റി പൂളാണിത്. ഇതിനെ ചുറ്റിപ്പറ്റി കിടന്ന് ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ട്. മഴയത്ത് വീഡിയോ, വെയിലത്ത് വീഡിയോ, എത്ര കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു. ഭയങ്കര രസമായിരുന്നു മഴവെള്ളം വീഴുന്നതൊക്കെ കാണാനും. അങ്ങ് ദൂരെ ഒരു വെയിലാണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. പക്ഷേ മഴയത്ത് എന്തോ ഒരു നിഗൂഢ സൗന്ദര്യമാണ്. പിന്നെ ഇവിടെ ഒരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കോയി ഫിഷ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു എസ്തെറ്റിക്സ് ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ ആദ്യം പോയി ലഞ്ച് കഴിച്ചു. ലഞ്ച് ഡിന്നറൊക്കെ ഓൺ ഓർഡർ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ സ്ഥിരം ഞങ്ങൾ രണ്ടുപേരും എവിടെ പോയാലും ലെമൺ ടീ കുടിച്ചിരിക്കും. ഞങ്ങൾ ആ ലെമൺ ടീ ഒക്കെ കുടിച്ചൊന്ന് ആസ്വദിച്ചു. ബിരിയാണിയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസ് വാസ് ഗുഡ്. ബട്ട് ജനറലി അവിടെ ഫുഡ് നല്ലതാണ്, എസ്പെഷ്യലി ഡിന്നറൊക്കെ. അവിടെ തന്നെ റിസോർട്ടിൽ തന്നെ കുടയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുടയൊക്കെ എടുത്തിട്ട് ഈ ലഞ്ച്, അതായത് ഡൈനിങ് ഏരിയ വേറൊരു ലെവലിലാണ്. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പടിയൊക്കെ കയറി ഞങ്ങൾ മെയിൻ റിസപ്ഷൻ്റെ അവിടെ എത്തി. സത്യം പറഞ്ഞാൽ സമ്മതിക്കണം അവരെ, കാരണം പെട്ടിയൊക്കെ അവർ തന്നെ എടുത്താണ്. ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ ഇതിൻ്റെ ഒരു കോർണറിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഈ പെട്ടിയൊക്കെ ചുമന്ന് അവർ തന്നെയാണ് കൊണ്ട് വെച്ച് തന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആൻഡ് ദിസ് വാസ് എ കോട്ടേജ്. ഈ പാത്ത് വേസിനൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഒരു ട്രഡീഷണൽ എസ്തെറ്റിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു എൽ ഷേപ്പ് കോട്ടേജാണ്. 2 പേർക്ക് അല്ല ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിയാം. ആ കണ്ട പച്ച അത് സോഫ മാത്രമല്ല, അത് ആക്ച്വലി ഒരു കൺവേർട്ടബിൾ ബെഡ് പോലെയാണ്. ഞാൻ ക്വിക്ക്ലി റൂമൊന്ന് കാണിച്ചതിന് ശേഷം ഇതിൻ്റെ പല പല ആംഗിൾസ് കാണിച്ചു തരാം. ഞങ്ങൾ താമസിച്ചത് ഇപ്പം ശരിക്കും പറഞ്ഞൊരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ വ്യൂ കാണുമ്പോൾ തോന്നുന്നത്. സൺറൈസോ സൺസെറ്റോ ഒന്നും അങ്ങനെയല്ല. പക്ഷേ കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര റിലാക്സിങ് രീതി. ദിസ് വാസ് ദ വാഷ്റൂം. വളരെ സ്പേഷ്യസ് ആയിരുന്നു. ഹോട്ട് വാട്ടറൊക്കെ അവൈലബിൾ ആയിരുന്നു. ബാക്കി ടോയ്ലറ്ററീസ് ഒക്കെ തന്നെ അവൈലബിൾ ആയിരുന്നു. വെരി നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ഫാനും എ സിയും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പൊതുവെ അത്യാവശ്യം നല്ല ചൂടെടുക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ തന്നെ രണ്ടും വേണ്ടാന്ന് വെച്ചു. അതെനിക്കൊരു സർപ്രൈസായിരുന്നു. അപ്പം ആ കൺവേർട്ടബിൾ ബെഡിലൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റൂമിൽ കയറിയപ്പോൾ. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഞാൻ കുറച്ച് വോളിയം ഡൗൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ വോളിയത്തോടെ കേൾക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ ഒരു ഈവനിങ്ങിൽ അങ്ങനെ അങ്ങ് നിൽക്കാം. ഇത് കഴിച്ചിട്ട് വന്ന് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് ഞങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ നിന്നു. എന്തോ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബാൽക്കണിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ചായ കുടിക്കുക. രംഗീനാണ് എപ്പോഴും ഈ റൂമിനകത്ത് ചായ ഇട്ട് എനിക്കും കൂടെ തരുന്ന ഉത്തരവാദിത്തം എപ്പോഴും രംഗീനാണുള്ളത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ ചില്ല് ചെയ്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു, ചിരിച്ചു. കുറേ രംഗീനാണെങ്കിൽ ഈ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആവും. അങ്ങനെ ആ കിളികളുടെ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ രസമായിരുന്നു. അപ്പോഴത്തേക്കും മുറിയിലെ ലൈറ്റ്സ് ഈവനിങ്ങിൽ ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ആ യെല്ലോ ലൈറ്റ്സ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന പോലെയല്ല, പക്ഷേ ഭയങ്കര
കാം ആൻഡ് ജെൻറ്റിലായിരുന്നു. പിന്നെ ടെലിവിഷനൊന്നുമില്ല റൂമിൽ, അതൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. ഇറങ്ങി നടക്കണമെങ്കിൽ നടക്കുക, വല്ല ബുക്കും വായിച്ചിരിക്കണമെങ്കിൽ ഇരിക്കുക, അങ്ങനത്തെ ഒരു അപ്രോച്ചാണ്. എന്തായാലും ഞങ്ങൾ റൂമിൽ നിന്ന് കയറി 3-4 സ്റ്റേജായിട്ട് സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലെത്താൻ. മൊബിലിറ്റി ഉള്ളവർക്ക് ഈ കോട്ടേജസ് ഒരു ഓപ്ഷൻ അല്ല, മൊബിലിറ്റി ഇഷ്യൂ ഉള്ളവർക്ക്. പക്ഷേ ഇവർക്ക് ഈ വുഡൻ ഡെക്ക് റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു റൂമുണ്ട്. അത് എനിക്കൊന്ന് കോട്ടേജസിനെക്കാളും കുറച്ചും കൂടെ ചീപ്പറാണ്. അത് ഐ തിങ്ക് റിസപ്ഷൻ്റെ അടുത്ത് തന്നെയാണ്. റിസപ്ഷൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ സ്റ്റെപ്സേ കയറണ്ട, ഡയറക്റ്റ്ലി കാർ ഓടിച്ച് വന്ന് പോർട്ടിക്കോയിൽ നിന്ന് ഇറങ്ങി അങ്ങ് കയറാം. പക്ഷേ ഈ കോട്ടേജിൻ്റെ ഒരു പ്രൈവസിയും അതൊരു വേറെ ഫീൽ തന്നെയാണ്. അപ്പം അതിനീ നടന്നിറങ്ങിയേ തീരും. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ലിഫ്റ്റൊന്നും വെക്കാനുള്ള പ്രൊഫഷനോ അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. പിന്നെ മൊത്തത്തിൽ ആ സ്ഥലത്തിനൊരു ഒരു ഒരു ഭംഗിയെന്ന് പറയുന്നത് ഈ പല ലെവൽസിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ഈ പൂക്കളും ചെടികളും ഇതിൽ കൂടെ നടക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ എൻ്റെ സെൻട്രൽ പാർട്ടിൽ അവിടെയുള്ള ആ ഒരു ഏരിയയിലോട്ടൊന്ന് ഇറങ്ങി. എല്ലാം നനഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിലും അങ്ങനെ ഭയങ്കര സേഫാണ്. ഞാൻ അവിടെ ഒന്നും അങ്ങനത്തെ ഇഴജന്തുക്കളെ അങ്ങനെയൊന്നും കണ്ടതേ ഇല്ല. ഇറ്റ് ഫെൽറ്റ് സേഫ്. പിന്നെ ഈ കുറച്ച് ഈ കൊതുക് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മളിങ്ങനെ ഹിൽ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പോയി കളിച്ചു. എനിക്ക് ക്യാരംസ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ കളിച്ച എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ക്യാരംസിൽ ജയിച്ചു. അഥവാ ഞാൻ തോറ്റു. അവിടെ ഫൂസ്ബോളും അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് വാസ് റിയലി നൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി പൂളിൻ്റെ സൈഡിലിരുന്നു. ഞങ്ങൾ ഇൻഫിനിറ്റി പൂൾ ഇത്തവണ ഇറങ്ങിയില്ല, കാരണം ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിൽ ഇറങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ മടിച്ചങ്ങ് നിന്നു, ഇറങ്ങിയില്ല. ഇറങ്ങാമായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, നല്ല വ്യൂ ആയിരുന്നു. ഇതാണ് റിസപ്ഷൻ ഏരിയ ബൈ ദ വേ. ഇത് ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ അവിടെ തന്നെയാണ് ഈ ഒരു ഫൂസ്ബോളും ക്യാരംസും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, ലൈക്ക് എൻ്റെ ഫുഡ് ആൻഡ് ബെവറേജസ് മാനേജർ ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു. അവർ നേരത്തെ വിളിച്ച് നമ്മുടെ ഓർഡറൊക്കെ എടുക്കും. ഞങ്ങൾ ഓൾറെഡി ഓർഡറൊക്കെ ചെയ്തു. അപ്പോൾ ഭയങ്കര ലൈക്ക് യു ഫീൽ വെരി സ്പെഷ്യൽ, യു ഫീൽ വെൽക്കം ആൻഡ് യു ഫീൽ ലൈക്ക് ട്രീറ്റഡ് വെൽ. ഞങ്ങൾ നാനും പനീർ കറിയും പിന്നെ ഫിഷ് ചില്ലിയാണ് ഓർഡർ ചെയ്തത്. ഫിഷ് ചില്ലി രക്ഷയില്ലാത്ത സാധനം. എനിക്കാണെങ്കിൽ മീനെന്ന് പറഞ്ഞാൽ പൂച്ചയേക്കാൾ കഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് വീണ്ടും ഒരു പ്ലസൻറ്റ് മോർണിംഗ് ഫീലിങ്ങോടെ ആയിരുന്നു. ഇതുപോലെ ഈ ഇരിപ്പ് ഇതിന് വേണ്ടിയിട്ടാണ് രംഗീൻ യാത്ര ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് ആളെങ്ങനെയും ഇരുന്നു. അവർ അല്പം നേരത്തെ എഴുന്നേറ്റ് ഒരു ബുക്ക് വായിച്ചോ പാട്ട് കേട്ടോ ഒക്കെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ട്രാൻസ്പോർട്ടഡ് ടു എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗെദർ ഫീലിംഗ് ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ പ്രധാന കാര്യമായ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്പ്രെഡ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മേജർ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും പൂരി ബാജി, പിന്നെ അപ്പം ആൻഡ് ചിക്കൻ്റെ ഒരു കുറുമ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർഡ്. പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സ്ട്രാറ്റജി പൊതുവെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ വീട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് തുടങ്ങി ട്രൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ല പൂരി ബാജിയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ചിക്കൻ സ്റ്റൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോറി, കുറുമയല്ല, സ്റ്റൂ ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു, ഏത്തക്കാപ്പം പഴംപൊരി എന്താണെന്ന് വെച്ചാൽ വിളിക്കുക. ആ സാധനം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ല സ്വീറ്റ് ആയിരുന്നു. അതിൻ്റെ മാവാണെങ്കിൽ ഭയങ്കര ക്രിസ്പി, പഴമാണെങ്കിലും ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് റൈറ്റ്നെസ്, ഭയങ്കര നല്ലതായിരുന്നു. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടായിരുന്നു, എഗ്സ്, പിന്നെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വി റിയലി എൻജോയ്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്നലെ വൈകുന്നേരം കണ്ട മറ്റേ ഊഞ്ഞാൽ പോലത്തെ സ്ഥലത്ത് അവിടെയൊക്കെ പോയി രംഗീൻ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഊഞ്ഞാലാടി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വെളിച്ചത്തിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണുന്നത്. ഇത് രാവിലെ ഏതാണ്ട് ഒരു 8:45-9 മണിയാണ്. പക്ഷേ അവിടുത്തെ ഒരു വെതർ വെച്ച് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഈ റിസപ്ഷൻ ഏരിയ. അവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ച് മനസ്സിലായല്ലോ, ഒരു ഫീൽ ഇതാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് ഇച്ചിരി ഒന്ന് മേഘമൊക്കെ മാറി ആകാശമൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പൂളിൻ്റെ അവിടെയൊക്കെ വീണ്ടും ഇറങ്ങി. ശരിക്കും നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ നല്ല ബ്ലൂ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ബ്ലൂ വാട്ടേഴ്സിൽ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന ഭയങ്കര ഭംഗിയായിരുന്നേനെ. എന്തായാലും ആ സൈഡിൽ കാണുന്നതാണ് വാഷ്റൂംസും വെയിറ്റിംഗ് ഏരിയ അങ്ങനത്തെ ഒക്കെ. പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇറ്റ്സ് വെരി വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ദ പ്ലേസ് ലുക്സ് റിയലി നൈസ് ആൻഡ് ദിസ് ഇസ് ദ വ്യൂ ഫ്രം ദ പൂൾ. അത് പൂളിൽ ഇറങ്ങിയില്ലെങ്കിൽ തന്നെ ഭയങ്കര ഭംഗിയാണ്, ഇറങ്ങിയിരുന്നെങ്കിലും നല്ല രസമായിരുന്നേനെ. ആൻഡ് ഓവറോൾ എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ചാലും ഭയങ്കര വ്യൂ ആണ്. കാറ്റാണെങ്കിലും പൂക്കളാണെങ്കിലും എൻ്റെ ശബ്ദമാണെങ്കിലും ഭയങ്കര റിലാക്സിങ് ആണ്. എവറി ഫ്രെയിം ലുക്സ് റിയലി ഗുഡ് എന്നുള്ളതാണ്. ആൻഡ് എൻ്റെ കളേഴ്സ് ആണെങ്കിലും യു ഫീൽ വെരി ഹാപ്പി വെൻ യു ആർ ദർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പൊതുവെ ഇത്രയും പടി കയറി ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ നമുക്ക് അത്രയും സ്ട്രെനുവസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ആസ് ഐ സെഡ്, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊന്നും ഒരു ഇറിറ്റേഷനും ഒന്നുമില്ല. ലൈക്ക് ദ എയർ ഫെൽറ്റ് വെരി പ്യുവർ, ഭയങ്കര കാമിങ് ആയിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തു. കാരണം അതും ഞങ്ങളുടെ ഒരു രീതിയാണ്. ഈ ട്രിപ്പ് തീരാറാകുമ്പോഴത്തേക്കും വിഷമം വരുമല്ലോ. അപ്പോൾ ആ വിഷമം മറക്കാനായിട്ട് നമ്മൾ അടുത്ത ട്രിപ്പും പറക്കെ ഇരുന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങി.
ഹോപ്പ്ഫുള്ളി പറഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും. തിരിച്ച് റൂമിലോട്ട് പോകുന്ന അത്ര സന്തോഷത്തോടെയൊന്നും അല്ല, കാരണം പാക്ക് ചെയ്ത് ഇറങ്ങണം എന്നുള്ള സമയമാകുന്നു. ജക്കൂസി ഇല്ലാത്തതിൻ്റെ വിഷമം അത് നല്ല രീതിക്കുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചൊരു ലോങ് ഡ്രൈവ് ആണ് എന്നുള്ളതാണ് എന്നെ ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുന്നൊരു കാര്യം. എന്നാലും തിരിച്ച് പോയിട്ട് രംഗീൻ വീണ്ടും കയറി ഇച്ചിരി നേരം കൂടെ പാട്ട് കേട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ അളങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ടൈം തന്നെ ചെക്കൗട്ട് ചെയ്തു. അറൗണ്ട് 11 ആയിരുന്നു. ഇത് ശരിക്കും ഒരു 11:30 മണിക്കാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഏത് സമയമെന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. ആസ് ഐ സെഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാലാവസ്ഥയായിരുന്നു. ആൻഡ് ഫെൽറ്റ് വെരി സേഫ് ആൻഡ് വെരി സെക്യൂർ. ഇറങ്ങാനേ മനസ്സുണ്ടായിരുന്നില്ല. അതിന് ചെക്കൗട്ട് പ്രോസസ്സൊക്കെ വളരെ സ്മൂത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇപ്പോൾ നല്ല കോടയുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ച ഈ എന്താണ് പറയുക, ഹോം സ്റ്റേ കുറച്ച് ദൂരത്തേക്കാണ്. അപ്പോൾ അവിടെ കോട ഇറങ്ങുന്ന ചാൻസ് ഇല്ല. അപ്പോൾ ഇത് വാഗമൺ ടൗണിലാണ്, അപ്പോൾ കോട ഇറങ്ങും എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു യാത്ര. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, മേ ബി ഒരു 30-45 മിനിറ്റ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയി. നല്ല വളവുകളും തിരിവുകളും ഉള്ള റോഡും. ഇപ്പോൾ തിരിച്ചു വരുന്ന ഡ്രൈവ് ഓടിച്ചിട്ട് വീടെത്താത്ത പോലെയായിരുന്നു. ഞങ്ങളൊരു 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീടെത്തിയപ്പോൾ എങ്ങാണ്ട് 7-8 മണിയെങ്ങാണ്ടായിട്ട് വേണ്ടത്. അങ്ങോട്ട് പോയ അത്രയും ഒരു സന്തോഷത്തോടെയല്ല തിരിച്ചു വന്നത്. എന്നാലും കുറേ നല്ല മെമ്മറീസും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇടയ്ക്ക് പലയിടത്തും നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ റോഡ് ഭയങ്കര നാരോ ആയതുകൊണ്ട് അത് പോസിബിൾ ആയിരുന്നില്ല. എങ്കിലും കുറേ നല്ല വിഷ്വൽസൊക്കെ ക്യാപ്ചർ ചെയ്തു. ഇപ്പോഴും ഈ വിഷ്വൽസൊക്കെ കാണുമ്പം ആ പഴയ മൂഡിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ടോട്ടലി വർത്ത് ഇറ്റ് സ്റ്റേ.